നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അനു മനു. ഭരിക്കാൻ ഒരവസരമായിരുന്നു തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അവർ ഞങ്ങൾക്ക് വ്യക്തമായ ജനവിധി തന്നെ സമ്മാനിച്ചു. ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള വിജയറാലിയുടെ ചില ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ പേര് മാറ്റാനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് കേന്ദ്രം. ബില്ലിനെ ദി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് വിളിക്കുന്നത്. ചുരുക്കി VBG റാംജി എന്ന് വിളിക്കുന്നു. വികസിത ഭാരത് 2047 എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പുതിയ നീക്കമെന്ന് സർക്കാർ പറയുന്നു. ഫോറൻസിക് സയൻസ് പഠന വകുപ്പും കാലിക്കറ്റ് സർവകലാശാലയും കേരള പോലീസ് അക്കാദമി തൃശൂരിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് ആൻഡ് കനൈൻ ഫോറൻസിക്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ടെന്നും അത് കാണാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും CPI. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിലാണ് പാർട്ടി സംസ്ഥാന നിർവാഹക സമിതിയുടെ ഈ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത് UDFനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ കണ്ടാലും ചിരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അണികളോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിജിൽ തിരോധന കേസിൽ നിർണായക കണ്ടെത്തൽ. സരോവരത്തെ ചതുപ്പിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ വിജിലിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചു. അമ്മയുടെയും സഹോദരന്റെയും DNA സാമ്പിളുകളുമായി സാമ്യമെന്ന് കണ്ടെത്തി. കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം എലത്തൂർ പോലീസിന് ലഭിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി മങ്ങാട്ടുകരയിൽ 5 സെന്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് പുതിയ വീടും വിൽപ്പനയ്ക്ക്. അങ്കമാലി ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരവും കരയാമ്പറമ്പ് നാഷണൽ ഹൈവേയിൽ നിന്നും 2.50 കിലോമീറ്റർ ദൂരവുമുള്ള ഈ വീടിന് 55 ലക്ഷം രൂപ പറയുന്നു. ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.